എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തോഷിബ സാറ്റലൈറ്റ് C600 ലാപ്ടോപ്പിൻ്റെ മദർ ബോർഡാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇത് നോ പവർ ഇഷ്യൂ ആണ്. ഇത് ടേൺ ഓൺ ആവുന്നില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്ലഗ് ഉണ്ട്, ഇതിൻ്റെ കണക്ടർ ഇവിടെയുണ്ട്. നമുക്കിത് കണക്ട് ചെയ്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ പവർ കോറിലുള്ള വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എത്ര വോൾട്ട് ഉണ്ടെന്ന്. ഇതിൽ 19 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഇത് കണക്ട് ചെയ്തു, 19 വോൾട്ട് കണക്ട് ചെയ്തു. ഇതിൻ്റെ പവർ സ്വിച്ചാണ്. ഇവിടെ ഇതിൻ്റെ ഫാനുണ്ട്, ഫാന് നയിക്കണം. ഞാനത് പവർ ഓൺ ചെയ്തിട്ട് ഫാൻ റണ്ണിങ് ആവുക ഒന്നും ചെയ്യുന്നില്ല. ലൈറ്റോ LED കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു അനക്കോ ഇല്ല ഇതിന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങണം. ഈ കണക്ടറിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഫ്യൂസ്. അത് കഴിഞ്ഞ് 2 മോസ്ഫെറ്റ് ഉണ്ടാകും. ഈ 2 മോസ്ഫെറ്റ് വഴി ഈ 19 വോൾട്ട് കയറി ഇറങ്ങി വന്നതിന് ശേഷമാണ് ഈ പവർ റെയിലോട്ട് സപ്ലൈ പോകുന്നത്, ബോർഡിലോട്ട് സപ്ലൈ പോകുന്നത്. ഞാൻ ഈ ബോഡിയിൽ തന്നെ ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്യൂസിൻ്റെ തുടക്കത്തിൽ 19 വോൾട്ട് ഉണ്ട്. ഫ്യൂസിൻ്റെ ഇപ്പോൾ സൈഡിൽ 19 വോൾട്ട് ഉണ്ട്. ഇനി ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്. ഫ്യൂസല്ല, ഇതൊരു കോയിലാണ്. ആ കോയിലിൻ്റെ രണ്ടറ്റത്തും 19 വോൾട്ട് ഉണ്ട്. അടുത്തത് ഈ 2 മോസ്ഫെറ്റാണ്. നമ്മൾ ഈ 2 മോസ്ഫെറ്റിലും കൂടെ കയറി ഇറങ്ങിയിട്ടാണ് 19 വോൾട്ട് ബാക്കി എല്ലായിടത്തും സപ്ലൈ പോകുന്നത്, ബാക്കി എല്ലാ മോസ്ഫെറ്റിലും സപ്ലൈ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ മോസ്ഫെറ്റാണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ സോഴ്സിൽ ഓക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മോസ്ഫെറ്റ് 19 വോൾട്ട് കടത്തി വിടുന്നില്ല. ഫസ്റ്റ് മോസ്ഫെറ്റ് 19 വോൾട്ട് കടത്തി വിടുന്നില്ല. അതുകൊണ്ടിട്ടാണ് ഈ മദർ ബോർഡ് ഓൺ ആവാത്തത്. അപ്പോൾ ഈ മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഗേറ്റ് വോൾട്ടേജ് 0 ആണ്. നമുക്കിവിടെ ഒരു 15 മുകളിൽ വരണം, അതില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഇൻറ്റേർണൽ ഷോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഫസ്റ്റ് മോസ്ഫെറ്റ് ഈ ഒരു സെക്ഷൻ ഫസ്റ്റ് മോസ്ഫെറ്റിൻ്റെ കണക്ഷൻ ഇവർ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തുള്ള ഷോർട്ടിങ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പവർ കോഡ് റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബീപ്പ് മോഡിലോട്ട് സെറ്റ് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഈ മോസ്ഫെറ്റിൽ നിന്ന് കയറി ഇറങ്ങി സെക്കൻഡ് ട്രെയിനിലോട്ട് വന്ന് അവിടെ നിന്ന് അടുത്ത ഇതിൻ്റെ സോഴ്സിലോട്ട് പോകും. ഈ സോഴ്സില്ല, ഡെഡ് ഷോർട്ടാണ്. അതായത് രണ്ടാമത്തെ മോസ്ഫെറ്റിൻ്റെ ഡ്രെയിനിൽ ഡെഡ് ഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മദർ ബോർഡിനകത്ത് നല്ല ഒരു രീതിയിലുള്ള ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഡിസ്കളർ അല്ലെങ്കിൽ ബേണായിട്ടുള്ള ഒരു മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. അതിന് നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഷോർട്ട് കില്ലിംഗ് മെത്തേഡാണ്. അപ്പോൾ ഷോർട്ട് കില്ലർ ഉപയോഗിച്ചിട്ട് ഏത് കമ്പോണൻ്റാണ് ഒരു കൂടുതലായിട്ട് ഹീറ്റ് ആവുന്നതെന്ന് കണ്ടുപിടിക്കണം. ചിലപ്പം നമ്മൾ ഷോർട്ട് കില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ അത് കത്തിപ്പോയിട്ട് ഷോട്ടിങ് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഷോർട്ട് കില്ലറിന് വേണ്ടിയിട്ട് നമുക്ക്
ഷോർട്ട് കില്ലർ എടുക്കാം. ഇത് 3.7 വോൾട്ടിൻ്റെ 4 ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് വന്നിട്ട് ഒരു ബാറ്ററി വന്നിട്ട് 2 ആംപിയറാണ്. അപ്പോൾ ഇത് മൊത്തം 4 ബാറ്ററി 8 ആംപിയർ, 3.7 8 ആംപിയറാണ് ഇതിലുള്ളത്. അതിൻ്റെ നെഗറ്റീവ് സൈഡ് ഗ്രൗണ്ടും വെച്ച് പോസിറ്റീവ് സൈഡിൽ ടച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണാം. ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പാസിറ്ററാണ് ഷോർട്ടിങ് ആയിട്ട് ഇവിടെ ബേൺ ആയത്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് ഇവിടെ നിന്ന് ഇളക്കി മാറ്റാം. ഓക്കെ, ആ കപ്പാസിറ്റർ ഞാൻ അവിടെ നിന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഷോർട്ടിങ് ചെക്ക് ചെയ്ത് നോക്കാം, ഷോർട്ടിങ് മാറിയോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇവിടുത്തെ ഷോർട്ടിങ് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഷോർട്ടിങ് ഇല്ല. ഓക്കെ, ഞാൻ ഒന്ന് പവർ കൊടുത്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ കൊടുത്ത സമയത്ത് തന്നെ ഇവിടെ ഈ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. നേരത്തെ LED ഒന്നും കത്തുന്നില്ലായിരുന്നു. ഇനി അതിൻ്റെ ഫാനും സ്പിന്നായി. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡിസ്പ്ലേ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ലാപ്ടോപ്പിൻ്റെ കേസിൽ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്പ്ലേയുടെ കണക്ടറാണ്. ഡിസ്പ്ലേയുടെ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടി കംപ്ലൈൻ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ 19 വോൾട്ട് സപ്ലൈ കൊടുത്ത് പവർ ഓൺ ചെയ്യണം. പവർ ഓണായി, ഡിസ്പ്ലേ വന്നു, വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെഡ് ലാപ്ടോപ്പ് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ ചെറിയൊരു വർക്കായിരുന്നു ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.